ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി മന്തി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ ചെവിട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. നല്ലതുപോലെ ചൂടായി കഴിയുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, തക്കോലം ഇത് ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള, ഒരു ക്യാപ്സിക്കം, 3-4 പച്ചമുളക്. ക്യാപ്സിക്കം നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു ക്യാപ്സിക്കം ഫുൾ എടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക് ഇത് ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് മാഗി ക്യൂബിലെ ഒരു സ്ക്വയർ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇന്നിപ്പം മന്തി വയ്ക്കുന്നത് ഫുൾ ചിക്കൻ തൊലിയോട് കൂടി വാങ്ങിച്ചിട്ട് അത് ഇട്ടിട്ടാണ് മന്തി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ മേടിക്കുമ്പം തൊലിയോട് കൂടി കിട്ടുമ്പം ഇതിനകത്ത് ചെറിയ ചെറിയ രോമങ്ങൾ കാണും. അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ ചിക്കനെ ഒന്ന് കാണിച്ചൊന്ന് കരിയിച്ചെടുക്കണം. അപ്പോൾ ഈ രോമങ്ങളെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ടിത് നല്ലതുപോലെ നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകഭാഗമെല്ലാം നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ വൃത്തിയാക്കി എടുത്ത ചിക്കന് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിന്നിപ്പം 4 കപ്പ് അരിയിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എനിക്ക് 9 ഗ്ലാസ് വെള്ളം വേണം. അതിലെ 2 ഗ്ലാസ് വെള്ളം നമ്മളിപ്പം ചിക്കൻ വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് മറു സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇപ്പം സെറ്റായിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനിയും ഈ വെള്ളത്തിൽ നിന്ന് ഈ ചിക്കൻ എങ്ങ് എടുത്ത് മാറ്റാം. ഇനിയും ചിക്കൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഈ ചിക്കൻ വെന്ത വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി വേവിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ഞാനിനി ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിയാണ്. അരി ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരമണിക്കൂർ കുതിരാനിട്ടിരുന്നു. അതിനുശേഷം കഴുകി വാരി വെള്ളം തോരാനായിട്ട് വെച്ചിരുന്നതാണ്. ആ അരി നമ്മൾ ഈ ചിക്കൻ വെന്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. ഇനി ബാക്കി ഒരു 7 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. അത് നല്ലതുപോലെ തിളച്ച വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളെപ്പോഴും അരിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അഥവാ ചോറ് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും തിളച്ച വെള്ളം ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ വറ്റിച്ചെടുക്കുമ്പോഴത്തേനും ചിലപ്പം അരി വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു ഗ്ലാസ് കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വെന്ത് വരട്ടെ. ഇനി അപ്പോഴേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലേക്ക് പുരട്ടാനായിട്ട് കുറച്ച് അരപ്പ് വേണം. അതിനായിട്ട് മന്തി മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകപ്പൊടി, മല്ലിപ്പൊടി ഇത് ഇത്രയും എടുത്ത ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമായിട്ടുള്ളവർക്ക് ഈ കൂട്ടിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഉപ്പ് വളരെ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഈ അരപ്പ് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിഹായാണ് ചിക്കനകത്ത് അരപ്പ് മൊത്തം തേച്ച് പിടിപ്പിക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പിന്നീട് നമുക്ക് മന്തിക്ക് അത്യാവശ്യമായിട്ടുള്ളത് മയണൈസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിഹ ചിക്കനിലേക്ക് അരപ്പുകളെല്ലാം പുരട്ടുകയാണ്. ഓരോരുത്തരും ഓരോരോ രീതിക്കാണ് മന്തി വെക്കുന്നത്. ഞാൻ തന്നെ പല രീതിക്ക് മന്തി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ വെച്ചപ്പം ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് മക്കളെല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ വെക്കാനായിട്ടൊരു താല്പര്യം തോന്നുക. ആരും ഇല്ലെങ്കിൽ നമുക്കിതൊന്നും വെക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇന്ന് മക്കളെല്ലാവരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് മന്തി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി എടുത്തതാണിത്.
ഞങ്ങളുടെ വീട്ടിൽ 2-3-4 മന്തിപ്രേമികളുണ്ട്. അതുകൊണ്ട് മന്തി നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും അവരാരും ഒന്നും പറയത്തില്ല, അവർ കഴിച്ചോളും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് നമ്മൾ എത്രയും നല്ലതുപോലെ വെക്കാമോ അത്രയും നല്ലതുപോലെ സന്തോഷത്തോടെയാണ് വെക്കാറുള്ളത്. നിഹായാണ് എപ്പോഴും എനിക്ക് അടുക്കളയിൽ കയ്യാളായിട്ട് വരുന്നത്. അങ്ങനെ നിഹ വന്നതുകൊണ്ട് എന്തായാലും ചിക്കന് പെയിൻ്റടി നടന്ന് അങ്ങനെ എന്തായാലും ചിക്കന് നല്ല രീതിയിൽ അവൻ പെയിൻ്റ് അടിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാ സൈഡിലും ഇത് അരപ്പ് പുരണ്ട് വരണം. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിഹ അതിൻ്റെ ഓരോ മുക്കും മൂലയിലും എല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വലിയ മന്തിപ്രേമൻ നിഹായാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ കാര്യമായിട്ട് നിന്ന് പെയിൻ്റ് അടിച്ചൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അവന് തന്നെ തിന്നാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാം നല്ല രീതിക്ക് എനിക്ക് ആത്മാർത്ഥതയോടുകൂടി അടുക്കളയിൽ ജോലി ചെയ്ത് തന്നു. ഈ സമയത്ത് നമ്മുടെ ചോറ് അടുപ്പിൽ കിടന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് പരുവായിട്ടില്ല, അതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പെയിൻ്റടി എല്ലാം കഴിഞ്ഞു. ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് അടുത്ത റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചോറൊന്ന് നോക്കാം. ചോറൊരു 3/4 പരുവത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഇതിൽ ഒരല്പം വെള്ളവും കൂടെ ഉണ്ട്. അപ്പം ഈ വെള്ളവും വറ്റി ചോറും വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് കണക്കാവും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമുക്കൊരു പാനിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് എടുത്ത് വെച്ചൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് മൊരിയിച്ചെടുക്കാം. ഒരുപാട് നേരം ഇതിനെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യേണ്ട. നമ്മൾ 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചുമപ്പിച്ചെടുത്താൽ മതി. അരി ഒരു 3/4 പരുവം ആകുമ്പോഴത്തേനും നമ്മളിത് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി വെള്ളത്തിൽ കിടന്ന് അരി വേവുമ്പോഴത്തേനും നമ്മുടെ ചിക്കന് സെറ്റായിട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ചുമപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. നമ്മളിത് ചിക്കൻ ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം. തീ കൂട്ടി വെക്കരുത്, പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകും. ചിക്കൻ നമുക്കവിടെ സെറ്റായി. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊന്നും കൂടെ നോക്കാം. ചോറിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചോറ് കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുമുണ്ട്. ഇപ്പം ചോറെല്ലാം കണക്കിന് വെന്തത് കൊണ്ട് നമ്മളിത് ദമ്മ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ഗ്രില്ലാണ് വെക്കുന്നത്. നമ്മുടെ ഓവനിലൊക്കെ വെക്കുന്ന ഗ്രില്ലാണ് ഞാൻ ഈ ചോറിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഗ്രില്ലില്ലെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിൽ ഹോളിട്ട് കൊടുത്തിട്ടും ഇതേ രീതിക്ക് തന്നെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ചിക്കനിലെ വെള്ളം ഒന്ന് ആവിയടിച്ച് നമ്മുടെ ചോറിലേക്ക് വീഴാനാണ്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരല്പം പുക കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചിരട്ടക്കരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമ്മളിതങ്ങ് അടയ്ക്കണം. പുക പുറത്ത് പോവരുത്. ഇനി ഇത് നമുക്കൊരു വെയിറ്റ് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിത് ഈ പുകയ്ക്കകത്ത് തന്നെ വെച്ചേക്കാം. അപ്പോൾ ഈ പുകയുടെ മണം ചിക്കനിലും ചോറിലും എല്ലാം പിടിച്ചിട്ട് കറക്റ്റ് മന്തിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും മന്തിയുടെ എല്ലാം നല്ല മണം അടിച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പുക കൊള്ളിക്കാൻ വെച്ചിരുന്ന പാത്രം എടുത്തങ്ങ് മാറ്റാം. അതിനുശേഷം ഈ ചിക്കനും എടുത്തങ്ങ് മാറ്റാം. ഇപ്പോൾ ഈ ചിക്കനിലെ വെള്ളം വീണെടുത്തെല്ലാം ചോറ് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഹോട്ടലിൽ കിട്ടുന്ന അതേ മന്തിയുടെ മണമാണ്, കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. കുരു വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേ കളറിന് നമുക്ക് ചോറ് കിട്ടും. ഇനി നമുക്കിത് വിളമ്പിയെടുക്കാം. ഓരോരുത്തരുടെയും കലയനുസരിച്ച് നമുക്കിത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇവിടെ ക്യാരറ്റൊക്കെ തിന്നുന്നത് കൊണ്ട് ഞാൻ ക്യാരറ്റ് എടുത്ത് വെച്ചു, മയണൈസ് അടിച്ചു, തക്കാളി ചട്നി ഉണ്ടാക്കി. അപ്പം നമ്മളുടെ മന്തി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിക്കൊന്ന് വെച്ച് നോക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. കടയിൽ കിട്ടുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് മന്തി സെറ്റാക്കി എടുക്കാം.